അപ്പാണിക്കിട്ടൊരു വലിയൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. റിസാനോട് നടക്കുന്നുണ്ട്. മീൻസ് ബിൻസിനെ ഇപ്പം ഒരു കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ ബിൻസി ആയിട്ട്. നിങ്ങളിപ്പോ കണ്ട വീഡിയോക്കകത്ത് ഒരുപാടൊന്നും ഇല്ല, ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് ഈ വീഡിയോസ് വീണ്ടും നമ്മൾ കളക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രോൾ വീഡിയോസിനതൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ വെച്ചിട്ടാണ് ഞാനത് കൂട്ടി യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയാം, അനുമോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആരും കരുതരുത്. അനുമോളുടെ ഭാഗത്തും തെറ്റുണ്ട്. അത് അനുമോളുടെ ഭാഗത്തെ തെറ്റ് ജിസേലിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബിൻസിയുടെ വിഷയത്തിൽ പക്ഷെ തെറ്റായിരുന്നില്ല. ഇവരിത്രയും പേരും ബിൻസിയുടെ വിഷയത്തിൽ പുറത്ത് റോങ് ആയിട്ടാണ് പോവുക എന്നുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചിന്തിക്കാം, അനീഷിന്റെയും അനുമോളുടെയും കാര്യം പുറത്ത് റോങ് ആയിട്ട് പോയിരുന്നോ എന്ന്. പക്ഷെ ബിഗ് ബോസ് സീസൺ തുടങ്ങി 2 ആഴ്ച 3 ആഴ്ചക്കകത്തുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കത്തില്ല ബിഗ് ബോസിന്റെ ഈ 100ാമത്തെ ദിവസങ്ങളിൽ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന തമാശകളൊക്കെ. അതായത് ഇപ്പം ബിഗ് ബോസ് സീസൺ തുടങ്ങി ഫസ്റ്റ് ഒരു എപ്പിസോഡിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച തന്നെ ഈ പറയുന്ന ആര്യനും, അല്ലെങ്കിൽ ആര്യന് കപ്പിളായിട്ട് ഇപ്പം മേ ബി ശൈത്യം ബിൻസും എല്ലാം ഒരു ഏകദേശം ഒരേ ഏജ് പോലെ, അനുമോളെ മാത്രം പറയണ്ട. അപ്പം ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോംബോ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ര എങ്ങോട്ട് അവരാദ്യമേ കോംബോ പിടിക്കാൻ പോകും, നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അവരാരും നമ്മളുടെ ഒരു ഫേവറേറ്റ് പേഴ്സൺ ആയിട്ടില്ല. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ 1 മാസത്തോളം നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റി ഉള്ള ആരും വന്നിട്ടില്ല, കൊള്ളത്തില്ല, ഈ സീസൺ ഭയങ്കര ബോറാണ്. പക്ഷെ ഒരു പകുതിയോളം കഴിയണം നമുക്ക് ഫേവറേറ്റ് ആകുന്ന ആരെങ്കിലും ഒക്കെ വരാൻ. ഇപ്പൊ ആദ്യം തന്നെ അനീഷിനെ കാണുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും ഇവനൊക്കെ എന്തോന്ന് കോമണർ ആണെന്നും പറഞ്ഞ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ വന്ന സമയത്തുള്ള അനീഷിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരുപാട് പേർക്ക് അനീഷിനെ ഇഷ്ടമാണ്. ജെനുവിൻലി ആ ഒരു മനുഷ്യന്റെ ആ ഒരു പെരുമാറ്റം, സംസാര രീതി, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഒരു ജെനുവിൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പലരും പറയുന്നുണ്ട് ജെനുവിൻ അല്ല, അതൊരു ഗെയിം സ്ട്രാറ്റജി ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അതൊരു ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ ഈ പറയുന്ന അനീഷിന് ഒരു വേൾഡ് റെക്കോർഡ് എങ്ങാനും കൊടുക്കണം. 100 ദിവസം അഭിനയിച്ചു നിന്നു എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് വല്ലതും കൊടുക്കണം. അങ്ങനെയൊന്നും കഴിയില്ല മാഷേ. പുള്ളിക്കാരന്റെ വീഡിയോസ്, റീൽസ് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, പുള്ളിക്കാരൻ കുറച്ച് ഒരു പ്രത്യേക തരം റിജിഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത്ര ഈസി ആയിട്ട് എല്ലാവരുടെ അടുത്തും മിണ്ടാതെ സോഷ്യൽ മീഡിയയിൽ മാത്രം മുഖം കാണിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ ഇൻ ദ സെൻസ് ഈ പറഞ്ഞ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഓരോ ഗോഷ്ടികളൊക്കെ കാണിച്ച് പുള്ളിക്കാരൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനകത്തും. ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ആണ് പുള്ളിക്കാരൻ്റെത്. അത് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ആരെയും എൻ്റെ ഒരു സർക്കിളിലേക്ക് അടുപ്പിക്കാറില്ല. എനിക്കങ്ങനെ, നമ്മൾ പറയാറില്ലേ ഈ CBSE, ICSE, ISC സിലബസിലൊക്കെ പഠിക്കുന്ന പഴയ കാലത്ത്, ഇപ്പോഴൊക്കെ അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും നല്ല ചിൽപ്പില്ലൊക്കെയാണ്. പക്ഷെ പണ്ടൊക്കെ CBSE പിള്ളേരും കേരള സ്റ്റേറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ആയിട്ട് ഇങ്ങനെ കളിയാക്കി പറയുമായിരുന്നു. ആ ഒരു സ്റ്റേറ്റിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കേരള സിലബസിൽ പഠിക്കുന്നവരൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ജോളിയാണ്. CBSE പഠിക്കുന്നവരൊക്കെ ഭയങ്കര ടൈം മീൻസ് ഇൻസേർട്ടൊക്കെ ചെയ്ത് ഷൂ ഒക്കെ ഇട്ട് ഇങ്ങനെ സോക്സ് ഒക്കെ ഇട്ട് ഭയങ്കര ടിപ്പ് ടോപ്പ് ആയിട്ട് നടക്കും. ഏകദേശം CBSE സ്റ്റുഡൻറ്റിന്റെ ആ ഒരു പഴയ കാലത്തിലെ ആ ഒരു ഓർമ്മയൊക്കെയാണ് ഈ അനീഷിനെ കുറിച്ചൊക്കെ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നടക്കുന്ന ഇവര് തിരിച്ചു കയറിയിട്ടുള്ള പ്രശ്നങ്ങളില്ലേ, അതൊരു അനാവശ്യ പ്രശ്നമായിരുന്നു. സത്യത്തിൽ ബിൻസി, അപ്പാനി ഇവർ രണ്ടുപേരും ഈ വിഷയം അവിടെ സംസാരിക്കേണ്ട കാര്യം കൂടിയില്ല. മീഡിയയുടെ മുന്നിൽ, അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ കമന്റോളികളുടെയൊക്കെ മുന്നിലേക്ക് വീണ്ടും അതൊരു വലിയ വിഷയമാക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു താരം വരാനുണ്ട്, രേണു സുധി. നമുക്ക് രേണു സുധിക്ക് വേണ്ടി കാത്തിരിക്കാം. കാരണം ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് കേരളത്തെ മുഴുവൻ പുളകം കൊള്ളിച്ച ഒരു വലിയൊരു കോണ്ടന്റ് ആയിരുന്നു രേണു സുധി. പക്ഷേ രേണു സുധിയും ഇതേപോലെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും രേണു സുധിയെ കുറിച്ച് ഒരു നെഗറ്റീവ്, നമുക്കല്ല കേട്ടോ, എനിക്ക് രേണു സുധിയെ കുറിച്ച് ഒരു നെഗറ്റീവും പറയാനൊന്നുമില്ല. അവർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അതിനനുസരിച്ച് അവർ ജീവിക്കുന്നു. അവരെ കോണ്ടന്റ് അല്ലെങ്കിൽ അവരെ കുറിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്ത് നമ്മൾ ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നുണ്ട്, ശരിയാണ്, ഐ അക്സെപ്റ്റ് ഇറ്റ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ഇതേപോലെ ഇപ്പം അനുമോളെ കുറിച്ചൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു തംബ്നെയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീഡിയോ ഓടും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എല്ലാവരും അതൊക്കെ എടുത്തിട്ട് ജീവിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ നെഗറ്റീവും പോസിറ്റീവും ആകുന്നത് ഇതിനകത്ത് കിടക്കുന്ന ഈ പറയുന്ന ഇപ്പൊ അപ്പാനി വന്നിട്ടാണെങ്കിൽ എല്ലായിടവും വന്നിട്ട് ഇപ്പം ലൈവിൽ നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ, പ്രവീണും അപ്പാനിയും റെന ഫാത്തിമയും കൂടെ 3 പേരും കൂടെ കൂലങ്കഷമായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ബിഗ് ബോസിന്റെ കപ്പ് എടുക്കണമെങ്കിലുള്ള ഒരു സ്ട്രാറ്റജി എന്താണ് എന്ന്. അപ്പം അത് അനുമോളുടെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ എല്ലാ കള്ളത്തരങ്ങളും തെറ്റുകളും ചെയ്യുക, അതിനുശേഷം എല്ലാം ശരിയാണെന്ന് ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് അറിയിക്കുക, ഇതാണ് അത് റെന ഫാത്തിമയുടെ ഒരു ഐഡിയോളജി ആണെന്ന് തോന്നുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം വന്നു പോയ ഒരു ക്യാരക്ടറാണ് അനുമോളുടേത്.
അതിൽ അനുമോളുടേതായിട്ട് ഗെയിം സ്ട്രാറ്റജി ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അനുമോള് ഈ പറയുന്ന കണക്ക് എല്ലാവരും കളിയാക്കി പറയുന്ന കണക്ക് അനുമോള് പിടിച്ച മുയലിന് 10 കൊമ്പുണ്ടെങ്കിൽ അത് അനുമോള് വിടത്തില്ല. 10 കൊമ്പുണ്ടെന്ന് ഉറപ്പിച്ച് വെക്കും. അതിനകത്ത് ഒരിക്കലും താഴോട്ട് പോകത്തില്ല. കാരണം എന്താ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു, ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു, അനുമോളിനും മനീഷിനും ഒക്കെ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ അവർക്ക് അവരെ കുറിച്ചൊരു ബോധ്യമുണ്ട്. താൻ ഇങ്ങനെയാണ്, താൻ ഇങ്ങനെയൊക്കെ പെരുമാറും, താൻ ഇതാണ്, ഇത് കിട്ടിയാ ഇത് നിങ്ങൾ ഇത് കണ്ട മതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. പക്ഷെ അപ്പാനിക്കൊക്കെ ആണെങ്കിൽ ഒരു സംശയമാണ്, ഞാൻ ചെയ്തത് തെറ്റാണോ, ഞാൻ ചെയ്തത് ശരിയാണോ, ഇനി ഞാൻ ചെയ്യുന്നത് ഇനി പുറത്ത് പോകുമ്പോൾ അത് തെറ്റായി പോകുമോ? അപ്പാനിക്കൊക്കെ ആ ഒരു ഇമേജ് പ്രോബ്ലം ആണ്. അത് അപ്പാനിയുടെ കുഴപ്പമല്ല. അപ്പാനിയൊക്കെ സൊസൈറ്റിയെ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുന്നത് കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ളവർ ഒരു കാരണവശാലും ബിഗ് ബോസിലേക്ക് വരാതിരിക്കുക, അതാണ് അവർക്ക് നല്ലത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഓഡിയൻസിന് ആര് വന്നാലും ശരി ഇതേണക്കുള്ള നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ പറഞ്ഞ് മാറ്റിയും പറഞ്ഞ് തിരുത്തി പറയും. ഇപ്പം ഞാൻ ഇന്ന് തന്നെ ആദിലയെ കുറിച്ച് നെഗറ്റീവായിട്ടൊരു വീഡിയോയിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദിലയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നതായിരുന്നല്ലോ. ആദിലയെ ഈ ഒരു ഗെയിമിനകത്താണ് ഞാൻ ഈ പറയുന്നത്, അനുമോളെ അല്ലെങ്കിൽ ഇങ്ങനൊരു ഫ്രണ്ട്ഷിപ്പ് പാടില്ല എന്നൊക്കെ പറയുന്നത് സത്യം. ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് ആദിലയും നൂറയും പോലെ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്ഷിപ്പ് പാടില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവിടെ ഉള്ളത് സൗഹൃദമല്ല, അതൊരു ബാക്ക് സ്റ്റാബിങ് ചെയ്ത് എങ്ങനെയെങ്കിലും അവരുടെ ഫേസ് വെളുപ്പിച്ചെടുത്ത് അവർക്ക് മുന്നിൽ നിർത്തണം. എന്നാലേ ഈ പറയുന്ന ബിഗ് ബോസിനകത്തൊരു റീച്ച് കിട്ടത്തോളൂ, കപ്പടിക്കത്തോളൂ. അപ്പോൾ ഏതായാലും അനുമോളും അതുപോലെ ആദില, നൂറ, പിന്നെ ശൈത്യയൊന്നും ഞാൻ ഒരുപാട് പറയുന്നില്ല. കാരണം ശൈത്യയൊക്കെ ഓൾറെഡി ഇതിനു മുമ്പ് ഏതൊക്കെയോ റിയാലിറ്റി ഷോയിൽ ഞാൻ ആ പോസ്റ്റിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ശൈത്യ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, പണം ഉണ്ടെങ്കിൽ എന്തും നേടാം, പണം കൊടുത്താൽ കപ്പും നേടാം, പണം കൊടുത്താൽ ഇതണക്കുള്ള ഷോയിലൊക്കെ വിൻ ചെയ്യാം. ഓൾറെഡി ശൈത്യയുടെ അമ്മയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിയാലിറ്റി ഷോയിൽ കുറെ കാശ് എന്തൊക്കെയോ കൊടുത്ത് എന്നിട്ട് കപ്പ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു സീനുണ്ട്. നമ്മൾ എത്രയൊക്കെ വലിയ കാശുകളൊക്കെ കെട്ടിവെച്ചാലും ഈ പറയുന്ന ജനങ്ങൾ സ്വീകരിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. PR അല്ല ജനങ്ങൾ. PR കൊടുത്ത് കുറച്ച് വീഡിയോസ് ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം എൻ്റെ ഫാമിലിയിൽ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിയുടെയൊക്കെ ഫാമിലിയിൽ ഞാൻ ഇന്നും കൂടെ കേട്ടൊരു കാര്യമാണ്, അവർക്ക് അനുമോളെ കുറിച്ച് സംസാരിക്കും ഭയങ്കരമായിട്ട്. പക്ഷെ ഇവർക്കൊന്നും സോഷ്യൽ മീഡിയ ഇല്ല, ഇവർക്കൊന്നും ഈ പറഞ്ഞ യൂട്യൂബ് വീഡിയോസ് കാണുന്നവരല്ല, ഇതിലെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കാണുന്നവരല്ല. വീട്ടിൽ ഇരുന്ന് വെറുതെ ഇരുന്ന് TV-യിൽ വരുന്ന ഈ പറയുന്ന റിയാലിറ്റി ഷോ ആയിരിക്കും അവർ കാണുന്നത്, എപ്പിസോഡാണ് അവർ കാണുന്നത്. അപ്പൊ അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? കാരണം എൻ്റെ മാത്രം ഒപ്പീനിയൻ ആയിട്ട് ഞാൻ റിവ്യൂ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വേറൊരു തരത്തിലേക്ക് മാറും. 1-2 പേരുടെ അടുത്തൊക്കെ ഞാൻ ഒപ്പീനിയൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ പറയുന്ന അമ്മമാരൊക്കെ എന്നോട് പറഞ്ഞു തരുന്നത്, അനുമോള് അത്ര നല്ല കൊച്ചാണെന്നല്ല, പക്ഷെ എല്ലാവരും വന്ന് അനുമോളെ ഇങ്ങനെ ചൊറിയുമ്പോൾ ഒരു പാവം തോന്നും. അവിടെയാണ് ആ സക്സസ് എന്ന് പറയുന്നത്. അതും ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പം അനുമോള് തന്നെയായിരിക്കും ചൊറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചൊറിയാതിരിക്കുക. അത് ലാലേട്ടൻ ഒരു ആദ്യത്തെ എപ്പിസോഡിൽ അനീഷിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അനീഷ് ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായി. അപ്പൊ നിങ്ങളൊക്കെ എന്തിനാണ് പിന്നെ അനീഷിന്റെ അടുത്ത് പോയി ചൊറിയുന്നത്? അങ്ങ് കണ്ടില്ലെന്ന് നടിക്കുക. അതൊരു നല്ല ഗെയിം സ്ട്രാറ്റജിയാണ് ലാലേട്ടൻ പറഞ്ഞു കൊടുത്തത്. പക്ഷെ പിന്നെയും അനീഷ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും, അനീഷിനെ വന്ന് ഇവർ ചൊറിയും, ഇവർ തന്നെ പ്രശ്നം ഉണ്ടാക്കും, അനീഷിനവിടെ ഒരു ഫാൻസ് ആ ഒരു ബേസ് കൂടും. അനീഷും അനുമോളും ഏകദേശം ഒരേപോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ അവരിൽ ആരാണ് ഏറ്റവും മികച്ചതായിട്ട് കളിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അനീഷ് തന്നെയാണ്. കാരണം ഇത്രയധികം വലിയ വലിയ കോണ്ടന്റ് ഒന്നും കൊടുക്കാതെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകളൊന്നും കൊടുക്കാതെ അനീഷ് നല്ല രീതിയിൽ നല്ല ഒരു എന്താ പറയാ, എല്ലാവരുടെയും ഇഷ്ടവും അകത്തുള്ളവരുടെ ഇഷ്ടവും പിടിച്ചുപറ്റി പുറത്തുള്ളവരുടെ ഇഷ്ടവും പിടിച്ചുപറ്റി വലിയ വലിയ വഴക്കുകളിലൊന്നും അനീഷ് പോയിട്ടില്ല. എസ്പെഷ്യലി ഇത്തരത്തിലുള്ള ഗോസിപ്പുകളിൽ അനീഷിന്റെ പേര് വന്നിട്ടില്ല. പിന്നെ അപ്പൊ ഉടനെ അനുമോളുടെ ഫാൻസോ അല്ലെങ്കിൽ ജെനുവിൻലി നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ ഈ പറയുന്ന ലവ് പ്രപ്പോസലും അല്ലെങ്കിൽ വിവാഹാഭ്യർത്ഥനയോ എന്ന് ചോദിക്കാം. അതും 9 ദിവസം ഉള്ളപ്പോൾ അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷേ അത് ഈ പറയുന്ന ഒരു ഒറ്റ ദിവസം അനുമോളോട് സംസാരിച്ചു, പിറ്റേ ദിവസം ലാലേട്ടന്റെ എപ്പിസോഡ് ലാലേട്ടൻ ചോദിച്ചു, അതവിടെ കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം ഒരു മൺഡേ എപ്പിസോഡിനകത്ത് അനുമോളോട് ഭയങ്കരമായിട്ടും അത് കോംപ്രമൈസ് ടോക്ക് നടത്തി, അതവിടെ കഴിയുന്നു, അത് കളഞ്ഞു. അത് കഴിഞ്ഞ് അനുമോൾ അങ്ങോട്ട് പോയി, അനീഷ് പിന്നാലെ പോയി, അനീഷിന്റെ പിന്നാലെ അനുമോൾ പോയി എന്നൊന്നും പറഞ്ഞ് ആർക്കും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോണ്ടന്റ് അനുമോളും തന്നിട്ടില്ല, അനീഷും തന്നിട്ടില്ല. അത് അങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആക്കാൻ രണ്ടുപേർക്കും പറ്റുമായിരുന്നു, അത് ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ പറ്റുമായിരുന്നു എന്ന് വെച്ചാൽ ഇന്നലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ എല്ലാവരെയും പിടിച്ച ലിവിങ് ഏരിയയിൽ ഇരുത്തുന്ന സമയത്ത് ഈ ലിവിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ എല്ലാവരും വന്നപ്പോൾ കുറച്ച് സ്പേസ് വേണം. അപ്പം 2 ചെയർ അധികമായിട്ട് അവിടെ വന്ന് കിടപ്പുണ്ട്, ഒരു ടീപ്പോ മാതിരി.
ടേബിൾ പോലെ. അപ്പം ഉടനെ അനുമോള് അനീഷിന്റെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാരുടെ കൊണ്ടിട്ടത്, ഇത് എവിടെ കിടന്നത് എന്നൊക്കെ അനുമോള് ചോദിക്കുന്നുണ്ട്. അനീഷ് ഒരു റെസ്പോണ്ടും ചെയ്തില്ല, അനീഷ് മൈൻഡ് ചെയ്തില്ല. അനീഷ് എന്നിട്ട് അനുമോളെടുത്ത് ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കും ഇല്ല, അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ അനുമോൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അനീഷ് അവിടുന്ന് എണീറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ മാറിപ്പോയി ഇരിക്കുകയാണ് ചെയ്തത്. ഇത് നമുക്ക് കാണുമ്പോൾ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് ഇവരെ രണ്ടുപേരെയും നോട്ടീസ് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടൂ. പക്ഷെ അതെടുത്തൊരു കോണ്ടന്റ് ആക്കണം എന്ന് തോന്നുന്നില്ല. അങ്ങനെ തോന്നാൻ വേണ്ടി അവരൊന്നും ചെയ്തില്ല എന്നൊരു ഫീൽ വരും നമുക്ക്. പക്ഷെ ഇതിന്റെ അകത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നോക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അനീഷ് അനുമോൾക്കെതിരെയുള്ള ഈ സംസാരങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. വെറുതെ ശ്രദ്ധിക്കുക മാത്രമായിരിക്കത്തില്ല, അനീഷിന് അനീഷിൻ്റെതായ ഒപ്പീനിയനും കാണും. അപ്പൊ അനീഷ് എന്താ അനുമോളെ സപ്പോർട്ട് ചെയ്യാത്തെ, അവിടെ എന്താ സംസാരിക്കാത്തെ? സംസാരിച്ചാൽ എല്ലാവരും കൂടെ ചേർന്ന് ഈ പറയുന്ന ഇവരുടെ രണ്ടുപേരുടെയും ലവ് ട്രാക്ക് അതെടുത്തൊരു കോണ്ടന്റ് ആക്കും. അങ്ങനെ ആക്കുമ്പോൾ പുറത്ത് ഈ പറയുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവും നെഗറ്റീവും വരാം. അപ്പം അനീഷ് അത് അനുമോൾക്കൊരു നല്ല കാര്യമാണ് സത്യത്തിൽ ചെയ്യുന്നത്. മിണ്ടാതിരുന്നാണ് അനുമോളും ഇപ്പം മിണ്ടാതിരുന്നാണ് ഗെയിം കളിക്കുന്നത്. ഇതുവരെ മിണ്ടിയതുപോലെയല്ല. അനുമോൾ ഇപ്പം വളരെ അത് അനുമോൾക്ക് ഈ 2-3 ദിവസം കൂടെ നിലനിൽക്കാൻ കഴിയട്ടെ. കാരണം ഇനിയും ഉണ്ട്. ഈ പറയുന്ന ആര്യനൊക്കെ തിരിച്ചു വരുമ്പോൾ അനുമോൾ അന്നേരവും ഇതേപോലെ മിണ്ടാതിരിക്കാൻ അനുമോൾക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ അനുമോൾ വിൻ ചെയ്യും. ഈ ഒരു ഇവര് വന്നതിന് ശേഷമുള്ള ഇതൊരു വലിയ ടാസ്ക്കാണ്, വലിയൊരു ചലഞ്ചിലൂടെയാണ് ഇപ്പൊ അനുമോൾ കടന്നു പോകുന്നത്. അത് വിൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അനീഷ് ഓൾറെഡി ഉള്ള ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. അനുമോൾക്കാണ് ഇപ്പോൾ ചലഞ്ചസ് കൂടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് ജെനുവിൻലി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഈ ഒരു സീസൺ എന്ന് പറയുന്നതിൽ ഏറ്റവും നല്ല മത്സരാർത്ഥികൾ എന്ന് പറയാൻ അനീഷും അനുമോളും തന്നെയാണ്. പിന്നെ നെവിനുണ്ട്. നെവിനും ഈ പറയുന്ന അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാട് ഫേസ് ചെയ്ത ആളാണ്. ബാക്കി എല്ലാവരും ഇപ്പം ആദില, നൂറയൊക്കെ അനുമോളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അവിടെ ജീവിച്ചു പോയത്. അനുമോളുടെ അടുത്ത് കോണ്ടന്റിന് വേണ്ടി പോകുന്നു, അനുമോളുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നു, അനുമോളുടെ കൂടെ നടക്കുന്നു, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു, അനുമോളെ നെഗറ്റീവ് പറയുന്നു. അങ്ങനെ ജീവിച്ചവരാണ് നൂറയും ആദിലയും. അത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ പുറത്തിറങ്ങി അവരുടെ ഈ ഒരു ബിഗ് ബോസിന്റെ റിയാലിറ്റി ഷോ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദില എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്താ പറയാ, ആദില നല്ലതാണോ ചീത്തയാണോ? ഇപ്പോഴും ആദില നല്ലതാണ്, അനുമോള് നല്ലതാണ്, അനീഷ് നല്ലതാണ്, അക്ബർ നല്ലതാണ്. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ അവർ എങ്ങനെയാണ് പെരുമാറുന്നു എന്നുള്ളതിനെ മാത്രമാണ് നമ്മൾ ആ ഒരു ക്യാരക്ടർ സ്കെച്ചിലൂടെ കൊണ്ടുവരുന്നത്. അല്ലാതെ റിയൽ ലൈഫിൽ അവരുടെ ക്യാരക്ടർ സ്കെച്ച് എടുക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം ആ വ്യക്തി എന്നോട് സംസാരിച്ചിട്ടില്ല. എനിക്ക് ആ കൂടി പേഴ്സണൽ പരിചയമുള്ളത് ശാരിക കെബിയെടുത്ത് മാത്രമാണ്. ബിഗ് ബോസിൽ പോകുന്ന തൊട്ട് മുമ്പുള്ള നിമിഷം വരെ അവർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്നോട് മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആ വഴിക്ക് വിട്ടേക്കാം. അപ്പോൾ ഏതായാലും ശരി, സീരിയൽ ഗ്രാമ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.